ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാം വിശേഷം മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വേറെന്താ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മക്കളെ. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു സമാധാനക്കേട് എന്ന് പറയാൻ, ഇപ്പോൾ വിദേശത്തൊക്കെ കണ്ടില്ല, പല സ്ഥലത്തും ഉണ്ട് ഈ വേറും പൊട്ടലും വേറുള്ളതും. അതിനെക്കൊണ്ട് ഒരു സമാധാനം എന്ന് അറിയണില്ല, മനസ്സമാധാനം കിട്ടണില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരോടും ഓരോന്ന് ഓതാനും പിന്നെ ദുആ ചെയ്യാനും പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. ഇൻഷാ അല്ലാഹ് ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എൻ്റെ ആങ്ങളുടെ മക്കളും പിന്നെ അനിയത്തിൻ്റെ മക്കളും എൻ്റെ മരുമോളും മോനും എല്ലാവരും ഉണ്ട് അവിടെ. മരിയോനും ഒക്കെ എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ലോകത്തിലെല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അഞ്ചോത്തിൽ ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എല്ലാ വിദേശികളും അള്ളാഹുയെ കാത്ത് രക്ഷിക്കണേന്ന്. നമുക്കും വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാനും നമ്മളെ വിട്ടുകൊടുക്കാനും നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാനും പോയിട്ട് വിദേശികൾ ഓരവിടെ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ് നമുക്കും വേണ്ടിയിട്ട്. അതെപ്പോഴും ആ ഒരു ഓർമ്മ ഉണ്ട്. എന്തൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മക്കളെ ഓർക്കൂ, എന്തെങ്കിലും ഉടുപട കൊണ്ട് തന്നാൽ അതിനും ഓരോ ഓർക്കും. നമുക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ അന്നേരം ഓരെന്നെ വേണം ചിലവാക്കാൻ. അങ്ങനെ കുട്ടികൾ കഷ്ടപ്പെട്ട് പോയി ഇതാക്കിയിട്ടാണ് നമ്മളൊക്കെ നോക്കുന്നത്. അതുപോലെ എല്ലാവരും ഉമ്മമാർ, ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആയിരിക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചവനോട് ഏത് നേരം നമ്മൾ അഞ്ചോത്തിലും തേടുക, അയറ്റേക്ക് കഴിക്കും കാലിന് ആപതും ആഫിയത്തും ആയുസ്സും ആരോഗ്യം സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഉണ്ടായിരിക്കണേ നമ്മൾ തേടുന്നുണ്ട്. അതുപോലെ നിങ്ങളും തേടുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ തേട്ടൊക്കെ അല്ലാഹ് കബൂലാക്കട്ടെ. ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ, യാതൊരു വിഷമവും ബേജാറും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നമുക്കിത് കേട്ടതിനോട് കൂടെ നമുക്ക് ബേജാറുണ്ട്. അതിലും വലിയൊരു അപകടം നമ്മളെ കണ്ണ് കാണിക്കാണ്ട് ചെവി കേൾക്കാതെ അള്ളാഹു കഴിച്ചിലാക്കി തരട്ടെ മക്കളെ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു സ്വസ്ഥത ഇല്ല, വെറും ചിന്ത തന്നെയാണ്, ബേജാറും ചിന്ത തന്നെയാണ്. അള്ളാഹു എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഇപ്പോൾ എടലോ ഇടാൻ പോണെങ്കിൽ കറാമയിൽ വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കണം. അത് ഓരോന്നോരോന്ന് കേൾക്കുന്നൊക്കെ ഓണം നമുക്ക് ബേജാറാണ്. മരിക്കലും ഇതായാലും എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇതുകൊണ്ട് തുറക്കാൻ വയ്യ നമുക്ക്. അത് തുറക്കുമ്പോഴത്തേനുള്ള വാർത്തകൾ എന്തൊക്കെയാണ് വരുന്നത്. യൂട്യൂബ് തുറക്കുമ്പോഴത്തിന് വാർത്തകൾ പലതും കാണുകയാണ്. എന്നെക്കൊണ്ട് വല്ലാണ്ട് വിഷമം. ഇപ്പോൾ അബുദാബിയിൽ കണ്ടില്ല, ബസ്സൊക്കെ കത്തിയതാണ് പാളിന് കിടന്നിട്ട്. പിന്നെ ഖത്തറിൽ ഇന്നലെ ഏതോ ഒരു ബിൽഡിങ്ങിന് തറാബി കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴത്തിന് ഖത്തറിൽ ബിൽഡിങ്ങിന് അതൊക്കെ ഒന്ന് ബോംബിട്ടിട്ട് അത് കത്തി പാളണത് കാട്ടുന്നു. അങ്ങനെ പല സ്ഥലത്തും പലതും ഉണ്ട്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹിനോടല്ലാണ്ട് നമുക്ക് ആരോടാണ് പറയാനുള്ളത്? ആരോടും പറയാനില്ല, പഠിച്ചവനോടല്ലാണ്ട്. അപ്പോൾ അള്ളാഹ് നമ്മളെല്ലാവരെ പ്രാർത്ഥനയും തോയി അള്ളാഹു സ്വീകരിക്കട്ടെ. ഭയങ്കര വിഷമം വെച്ചാൽ ഭയങ്കര വിഷമം. ഞാനും മുതലിച്ചിട്ട് ഇപ്പോൾ ഞാൻ ലൈവിലിരുന്ന് എൻ്റെ ലൈവിൽ വരുന്ന കുട്ടികൾക്കൊക്കെ വിഷമമാണ്. പിന്നെ ഞാൻ ഈ ലൈവിൽ ഇരിക്കണേനെ കുട്ടികളോട് 1-2 വാക്ക് സംസാരിക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുമ്പോഴും ചെയ്യാൻ അങ്ങോട്ട് പറയും, നമ്മൾ ഇങ്ങോട്ട് പറയും. അന്നേരമൊക്കെ ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. അതിനെക്കൊണ്ട് ഇരുന്ന് പോവുകയാണ്. ലൈവിലിരിക്കാനൊന്നും സത്യം പറഞ്ഞാൽ മനസ്സിനൊരിതില്ല, ഇരിക്കണമെന്ന് തോന്നണേ ഇല്ല. പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ കുറച്ച് വർത്താനം പറയാലോ, ഒരു സമാധാനം വിചാരിച്ചിരുന്നോണതാണ്. എന്താ ചെയ്യല്ലേ, നമ്മളെ മക്കൾക്ക് വരുന്ന മാതിരി ഓരോരോ ഉപ്പമാരും ഉമ്മമാരും ഭർത്താക്കന്മാരും ഭാര്യമാരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോരോ പ്രശ്നം കാണുമ്പോൾ അതിനൊക്കെ ഒരു വിഷമിക്കാക്കുന്നില്ലേ. അതുപോലെയുള്ള വിഷമങ്ങൾ നമുക്കും എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ തിന്നണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തുണ്ടാക്കും തിന്നും ചെയ്യുന്നു. നമുക്ക് ജീവൻ കൊണ്ടോ നടക്കണ്ടേ. നമ്മളിപ്പോൾ പട്ടിണി കിടന്നിട്ടും വേറുള്ളതായിട്ടും വിഷമിച്ചിരുന്നിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നറിയും മക്കൾ. നിങ്ങൾ ബേജാറാവണ്ട, അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അറിയും. പക്ഷെ അവിടെ ഇല്ലാണ്ടിരിക്കട്ടെ, വേറെ ഒരു നാട്ടിലും ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് ഇപ്പോൾ ദുആ ചെയ്യുന്നത്. റബ്ബേ അള്ളാഹു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ആഫിയത്തും സന്തോഷവും സമാധാനം ദീർഘായുസ്സും കൊടുക്കട്ടെ. എല്ലാ ഗൾഫ് നാട്ടിലുള്ള എല്ലാവർക്കും, ഇതെല്ലാ ഉമ്മത്തിമാർക്കും കൊടുക്കട്ടെ. നമ്മൾ ഈ ലോകത്തിലുള്ളവർക്കും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. പിന്നെ ചിലവരൊക്കെ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടും വേറുള്ളതൊക്കെ ആയിട്ട് ഓരോരുത്തർ ദുആ ചെയ്യാൻ പറയും. ആ ദുആ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അഞ്ചോത്തിൽ അള്ളാഹിനോട് പറഞ്ഞിട്ട്. ആ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ. കുറേ കുട്ടികളുണ്ട് മക്കളില്ലാത്ത, ദ്വാരക്കണേ എന്നറിയും. മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു കുഞ്ഞിക്കാർ കാണാൻ, കുഞ്ഞിനെ കാണാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ.
അതേമാതിരി വീടില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, വീടിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. പഠിച്ചവനവർക്കൊക്കെ നല്ലൊരു വീടാക്കി കൊടുക്കട്ടെ തമ്പുരാനെ. കടമുള്ളവരുണ്ട്, കടം വീട്ടാൻ പറയത്താന്നറിയും. എല്ലാവരും കടവും അള്ളാഹു വീട്ടിൽ സലാമത്താക്കിയിട്ട് സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മേരി കടയിൽ കച്ചവടമില്ലാത്ത പറയും, കച്ചവടമൊക്കെ ആയി നല്ല സന്തോഷത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ എൻ്റെ മോനക്കും എൻ്റെ മോക്കും ഒക്കെ കച്ചവടമൊക്കെ തന്നെയാണ്. അതിലൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും ഒക്കെ കൊടുക്കട്ടെ. എന്നെങ്കിലല്ലേ നമ്മളെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അൽഹംദുലില്ലാ. എന്താ ചെയ്യുക, ആലോചിച്ചിട്ട് ഒരറ്റം ഇതും കിട്ടുന്നില്ല. എന്താ പറയേണ്ടത് തന്നെ ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ മക്കളെ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവരും അൽഹംദുലില്ലാ എല്ലാവരും ദുആ ചെയ്യുക. യാതൊരു അപകടങ്ങളും ഒരു നാട്ടിലും ഇല്ലാതിരിക്കാൻ ഒക്കെ ഓതിങ്ങാണ്ട് അള്ളാഹു എല്ലാവരും ഓത്തു എല്ലാവരും ദുആയി അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഹലാലായ മുറാദുകളും അള്ളാഹു സഫലമാക്കി തരട്ടെ. എല്ലാവരും അസുഖങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. ഒരുപാട് അസുഖമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് അസുഖം. ലോകത്തിലെല്ലാവർക്കും അസുഖവും കാര്യങ്ങളും ഉള്ളവരൊക്കെ തന്നെയാണ്. എല്ലാവരും അസുഖങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. അവതും ആഫിയത്തും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മറക്കരുത്. നിങ്ങളൊക്കെ ഉള്ളൂ നമ്മളെ സപ്പോർട്ടിന്. നിങ്ങളെ സപ്പോർട്ടിനാലാണ് ഞാൻ ഇത്രയും മുന്നോട്ട് പോണത്. അതിനെക്കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ലിങ്കോ അതും ഇതൊക്കെ വിട്ടെടുത്ത് ഉമ്മാനെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എന്നാൽ ബൈ ബൈ.